മുകളിലൂടെ പോകുന്ന എത്ര വലിയ വസ്തുവിനെയും ആകർഷിക്കാൻ കഴിവുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ഖനന കുഴികളിൽ ഒന്നാണ് മിർ മൈൻ. റഷ്യയിലെ കിഴക്കൻ സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഡയമണ്ട് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. 1722 അടിയിലധികം ആഴവും 1 മൈലോളം വ്യാസവുമുള്ള ഇത് ലോകത്തിലെ 4ാമത്തെ ആഴമേറിയ ഖനിയാണ്. ആർട്ടിക് സർക്കിളിൽ നിന്ന് ഏകദേശം 280 മൈൽ, അതായത് 450 കിലോമീറ്റർ അകലെയാണ് മിർ മൈൻ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 40,000 ആളുകൾ ഇവിടെ വസിക്കുന്നു എന്നാണ് വിശ്വാസം. 1955 ജൂണിൽ സോവിയറ്റ് ജിയോളജിസ്റ്റുകൾ ഡയമണ്ട് സമ്പന്നമായ നിക്ഷേപം ഇവിടെ കണ്ടെത്തുകയായിരുന്നു. 1957 ആരംഭിച്ച വജ്രങ്ങൾക്കായുള്ള ഭൂഗർഭ ഖനനം 2009 വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതിനുള്ളിലേക്ക് സ്ഥാപിച്ച ടണലുകൾ വഴിയാണ് ഖനനം നടക്കുന്നത്. ഇന്ന് 10 ബില്യൺ പൗണ്ട് വില മതിക്കുന്ന വജ്രങ്ങൾ പ്രതിവർഷം ഇവിടെ നിന്നും ലഭിക്കുന്നുമുണ്ട്. 1960കളിൽ 10 ലക്ഷം ക്യാരറ്റ് വജ്രമാണ് ഇവിടെ നിന്നും ഖനനം ചെയ്തെടുത്തിരിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ ആദ്യമായി വികസിപ്പിച്ചതും ഏറ്റവും വലിയ വജ്രഖനിയുമാണ് മിർ ഖനി. അതിന്റെ ഉപരിതല പ്രവർത്തനം 44 വർഷമാണ് നീണ്ടുനിന്നത്. 1990കളിലെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഖനി പ്രവർത്തിപ്പിച്ചത് സാഗ ഡയമണ്ട് എന്ന കമ്പനിയാണ്. ഡയമണ്ട് വിൽപ്പനയിൽ നിന്ന് ഇത് $600 മില്യൺ വാർഷിക ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. ഒരു മോണോസിറ്റി എന്നറിയപ്പെടുന്ന മിർ മൈനിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ കൃത്യമായ എണ്ണം കമ്പനി പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. എന്നാൽ കമ്പനിയുടെ 35,000 ജീവനക്കാരിൽ ഭൂരിഭാഗവും മിർ മൈൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായ യാക്കൂട്ടിയയിലാണ് താമസിക്കുന്നത്. 2011 ഇവിടുത്തെ ജനസംഖ്യയുടെ 70% പേരും ഡയമണ്ട് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് BBC റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ആകാശത്ത് നിന്ന് ഹെലികോപ്റ്ററുകൾ വലിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് ഈ മിർ മൈനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ഇതുവരെ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടുണ്ട്. ഖനിക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന വായു ചുഴിയാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ ഇടയായാൽ കാരണമാവുക എന്നാണ് റിപ്പോർട്ടുള്ളത്. ചില ഹെലികോപ്റ്ററുകൾ ഈ ആകർഷണത്തിൽ പെട്ടതോടെ ഇതുവഴിയുള്ള വ്യോമപാത നിർത്തലാക്കുകയും ചെയ്തിരുന്നു. സോവിയറ്റ് യൂണിയന് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാക്കാൻ സഹായിച്ചെന്നായിരുന്നു ഈ മിർ ഖനി. ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഓപ്പൺ കാസ്റ്റ് കുഴി ഭാവിയിലെ ഒരു നഗരത്തിലേക്ക് പുനർവികസിപ്പിക്കാനും പദ്ധതികളുണ്ട്. ഒരിക്കൽ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്ന മിർ മൈൻ 2009 വീണ്ടും കമ്മീഷൻ ചെയ്തിരുന്നു. 2017 ഇവിടെ വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും 140-ലധികം ഖനിത്തൊഴിലാളികൾ കുടുങ്ങുകയും അവരിൽ 8 പേർ ഒഴികെ എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇന്നും ആ ഖനി നിഗൂഢത ഒളിപ്പിച്ചു നിൽക്കുമ്പോൾ 50 വർഷം കൂടി പ്രവർത്തനക്ഷമമായി ഇത് തുടരുമെന്ന് പറയുകയാണ് അധികൃതർ.